നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പെപ്പ് ഗാർഡിയോള അണ്ണൻ എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റി തന്നെ തുടരാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. പുള്ളി 2026 വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഫബ്രീസിയോ റൊമാനയും ഡേവിഡ് ഓൺസ്റ്റീനും ഒക്കെ ഇപ്പോൾ കൺഫേം ചെയ്യുന്നത്. 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ കോൺട്രാക്റ്റിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2027 വരെ വളരെ കൂളായിട്ട് പെപ്പിന് വേണമെങ്കിൽ സിറ്റി തന്നെ തുടരാം. സിറ്റി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം ഈ സീസൺ കഴിഞ്ഞാൽ പെപ്പ് പോകുന്നു, പുതിയ കോച്ച് വരുന്നു, ഇതുപോലുള്ള പല റൂമേഴ്സും പല സോഴ്സും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി പെർഫോമൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഫാൻസിനുള്ളത്. പെപ്പിന് ഇത്ര വലിയൊരു പാക്കേജ് മാൻ സിറ്റി ഓഫർ ചെയ്തിട്ടുണ്ടാവും, ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ്. കാരണം പെപ്പിനെ പോലുള്ള ഒരു കോച്ചിന് ഇതുപോലുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 25 അല്ലെങ്കിൽ ഒരു 35 മില്യൺ ഇടയ്ക്കുള്ള ഒരു പാക്കേജ് എന്തായാലും സിറ്റിയുടെ മാനേജ്മെന്റ് ഓഫർ ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം, മറ്റൊരു കോച്ചിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തയും സിറ്റി മാനേജ്മെന്റ് സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ഓഫർ ആയിരിക്കും ചിലപ്പോൾ പെപ്പിന് കൊടുത്തിട്ടുണ്ടാവുക. ഒരു പൂർവാധികം ശക്തിയോടെ സിറ്റി തിരിച്ചു വരാനുള്ള എല്ലാ ചാൻസും ഇപ്പൊ കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സ്പോർട്ടിങ്ങിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള വിക്ടർ യോക്കറേസിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഇന്ന് നേഷൻസ് ലീഗിൽ വെച്ച് സ്വീഡനും അസർബൈജാനും തമ്മിലൊരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. 6-0 സ്വീഡൻ ഇന്ന് ജയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഗോൾ സ്കോറർ 4 ഗോളുകൾ അടിച്ചുകൊണ്ട് വിക്ടർ യോക്കറേസിന്റെ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ പുള്ളി ഏറ്റെടുത്തു എന്ന് പറയേണ്ടി വരും. കാരണം 32 ഗോൾസ് ആൻഡ് അസിസ്റ്റ് ആണ് പുള്ളി നവംബറിൽ മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ക്ലബിന്റെയും കൺട്രിയുടെയും ഒക്കെ ഗോൾസ് ഉൾപ്പെടും. അത് മാത്രമല്ല, ഇപ്പോൾ ലിഗ പോർച്ചുഗലിൽ പുള്ളി ടോപ്പ് സ്കോററാണ്. മറ്റു പല ലീഗിലും മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സ്പോർട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജാക്ക് പോട്ട് തന്നെയാണ്. വലിയൊരു പ്രൈസ് ടാഗ് പുള്ളിയുടെ മേൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 80 to 120 മില്യന്റെ ഒരു ആസ്കിങ് പ്രൈസ് ഒക്കെ യോക്കറേസിന്റെ മേളിലിടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കാരണം EPL മാത്രം നോക്കിക്കഴിഞ്ഞാൽ ആർസണലിന് സ്ട്രൈക്കർ വേണം, ചെൽസിക്ക് സ്ട്രൈക്കർ വേണം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചിലപ്പോൾ പുള്ളിയെ സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പല ടീമുകളും ഒരു ടോപ്പ് സ്ട്രൈക്കറെ തപ്പി നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് സ്പോർട്ടിങ് ഇങ്ങനെ ഒരു പ്രൈസ് ടാഗ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിയുടെ പെർഫോമൻസ് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല് ചെയ്യാനുള്ള എല്ലാ ചാൻസും നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സെമി ഓട്ടോമേറ്റഡ് വാർ ഇംപ്ലിമെന്റേഷൻ ഇൻ EPL കുറിച്ചാണ്. ഇപ്പോൾ ഖത്തർ വേൾഡ് കപ്പിൽ ഈ ടെക്നോളജി ടെസ്റ്റ് ചെയ്തു. കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മുമ്പോട്ട് പോവുകയും ചെയ്തു. പല ലീഗുകളും ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ലീഗുകൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ EPL പറയുന്നത് ഇനി വരാൻ പോകുന്ന സീസൺ പോലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാണ്. എന്ത് ടെസ്റ്റിംഗ് ആണ് ഇവർ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം പല ടീമുകളും ഇതുപോലുള്ള ടെക്നോളജി വരുമ്പോൾ മുഖം തിരിച്ച് നിൽക്കാറുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, 5 സബ്സ്റ്റിറ്റ്യൂഷൻ അപ്രോച്ച് വന്നപ്പോൾ പല ടീമുകളും അതിനെ എതിർക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഗോൾ ലൈൻ ടെക്നോളജി വന്നപ്പോൾ അതിനെയും എതിർത്തു. ഇതിപ്പോൾ വാർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് നെഗറ്റീവ് വോയിസുകൾ ഉണ്ടായിരുന്നു. ഞാൻ വാർ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും പുതിയ ടെക്നോളജി വരുമ്പോൾ പ്രീമിയർ ലീഗ് ക്ലബിന്റെ സൈഡിൽ നിന്ന് ബാക്ക് ഫെയർ ചെയ്യുന്നതും നെഗറ്റീവ് കമന്റ്സ് വരുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അടുത്ത സീസണും ഈ ഒരു റഫറിമാരുടെ മുഖം കാണുന്ന സിറ്റുവേഷൻ ആണ്. വാറിൽ വല്ല ചേഞ്ചസ് ഒക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ അതും നടക്കില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത്. മറ്റൊരു ന്യൂസ് വരുന്നത് സിറിയ ക്ലബായിട്ടുള്ള ജനോവ AFCയുടെ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാട്രിക് വിയേറ പുതിയ ഹെഡ് കോച്ചായിട്ട് അവിടെ ചുമതലയേറ്റിട്ടുണ്ട്. സിറിയയിൽ വളരെ വളരെ മോശപ്പെട്ട പെർഫോമൻസ് ആണ് ജിനോയുടെ സൈഡിൽ നമ്മൾ കാണുന്നത്. അവര് 17ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ റെലിഗേഷൻ ഫൈറ്റിലേക്ക് പോയാലും അതിൽ അതിശയോക്തിയൊന്നുമില്ല. ഇപ്പൊ പാട്രിക് വിയേറ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഒരു ഡീസന്റ് പെർഫോമൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് അധികം സമയം ക്രിസ്റ്റൽ പാലസിൽ കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും ജുനോയിൽ നല്ലൊരു പെർഫോമൻസോടെ വിയേറ കത്തിക്കേറി വരട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.